ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പം എല്ലാവർക്കും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുകയാണ്. ഇപ്പം പുതിയ വീക്കെൻഡ് ആയിട്ടുണ്ട്. സോ മാർക്കറ്റ് കുറച്ചധികം പേർക്ക് ലോസ് വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. ആൻഡ് അതിനുശേഷം മാർക്കറ്റ് വീണ്ടും തിരിച്ച് വന്നിട്ടുണ്ട്. സോ ഒരു പോസിറ്റീവ് നോട്ടിൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുകയാണ്. സോ ഇപ്പം നമ്മൾ ഈ വീക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കമ്പനി പ്രോസ്റ്റോം ഇൻഫോ സിസ്റ്റംസ് ലിമിറ്റഡ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഓരോ വീക്കും ഓരോ കമ്പനികൾ പുതുതായിട്ട് പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ആ സീരീസിൽ നമ്മൾ എടുത്ത പുതിയ കമ്പനിയാണ് പ്രോസ്റ്റോം ഇൻഫോ സിസ്റ്റംസ് ലിമിറ്റഡ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് പ്യൂർലി ഒരു സ്റ്റഡി പർപ്പസിന് ചെയ്യുന്ന വീഡിയോ ആണ്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല, മറിച്ച് നമ്മൾ ഓരോ ആഴ്ചയും ഓരോ കമ്പനികൾ പഠിക്കുന്നുണ്ട്, അതിൻ്റെ ബിസിനസ് പഠിക്കുന്നുണ്ട്, അതിൻ്റെ ഫണ്ടമെൻ്റൽസും ടെക്നിക്കൽസും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ആയിട്ട് ആരും കണക്കാക്കരുത്. ആൻഡ് ഈ കമ്പനിയെക്കുറിച്ച് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് വ്യൂസ് കാണാം. ആൻഡ് അത് നിങ്ങൾ പേഴ്സണലി ഓരോരുത്തർക്കും ഓരോ വ്യൂ ആയിരിക്കും ഒരു കമ്പനിയെക്കുറിച്ചിട്ട്. ദാറ്റ്സ് ഓക്കെ. സോ ഇതെൻ്റെ വ്യൂ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വ്യൂസ് കാണാം. അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതാം. ആൻഡ് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം. സോ അതെല്ലാ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ആയിട്ട് മാത്രം കണക്കാക്കാതെ കമ്പനിയെ പറ്റി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഈ വീക്ക് എടുക്കുന്ന കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞു, പ്രോസ്റ്റോം ഇൻഫോ സിസ്റ്റംസ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. 1212 കോടി മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനിയാണ്. ആൻഡ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് 206 രൂപയാണ് ഉള്ളത്. ഓക്കെ, സ്റ്റോക്കിൻ്റെ പി നോക്കിയാൽ 39.7 ആണ്. ഓക്കെ, ROCE 30% ആൻഡ് ROE 30% ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കമ്പനി 2008 ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് എന്ന് പറഞ്ഞത് ഡിസൈനിങ്, മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് എനർജി സ്റ്റോറേജ് ആൻഡ് പവർ കണ്ടീഷനിങ് എക്യുപ്മെൻറ്റ്, അതായത് നമ്മുടെ UPS പോലുള്ള കാര്യങ്ങളില്ലേ, അതിൻ്റെയൊക്കെ നിർമ്മാണം ആൻഡ് മെയിൻ്റനൻസ് ആണ് ഇവിടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇവിടെ കീ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞ കാര്യത്തിൽ നമ്മൾ സ്ക്രീനറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പനിയുടെ ചെറിയ ബിസിനസ്സുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും. സോ അതൊക്കെ ഒന്ന് വായിച്ചതിന് ശേഷം നമുക്ക് കൂടുതൽ ടെക്നിക്കൽസ് അല്ലെങ്കിൽ ടെക്നിക്കലി ചാർട്ടിലേക്ക് നമുക്ക് പോകാം. അവിടെ കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി ഇത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സെല്ലിംഗ്, സപ്ലൈയിങ് ആൻഡ് ഇൻസ്റ്റാളിംഗ് തേർഡ് പാർട്ടി മാനുഫാക്ചർഡ് ബാറ്ററീസ് ആൻഡ് അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ സിസ്റ്റംസ്. UPS എന്ന് പറയുന്ന കാര്യങ്ങൾ അറിയാം. അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ സിസ്റ്റംസ് എന്ന് പറയും. ഒരുപാട് വീടുകളിലും ഓഫീസുകളിലും അല്ലെങ്കിൽ വലിയ വലിയ ഫാക്ടറികളിലെല്ലാം ഉള്ള സാധനമാണ് UPS സിസ്റ്റംസ്. അപ്പം അതിൻ്റെയൊക്കെ ഡിസൈനിങ്ങും മാനുഫാക്ചറിങ്ങും ആഫ്റ്റർ സർവീസും ചെയ്യുന്ന ഒരു കമ്പനി കൂടെയാണ് പ്രോസ്റ്റോം എന്ന് പറയുന്നത്. ഓക്കെ, അവർക്ക് വേറെ കുറച്ച് കാര്യങ്ങളോട് അവർ ചെയ്യുന്നുണ്ട്. എന്താണ്? റൂഫ് ടോപ്പ് സോളാർ PV പ്രോജക്ട്സ് അവർ ഈയിടെയായിട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ലിഥിയം അയോൺ ബാറ്ററിയുടെ മാനുഫാക്ചറിങ് അവർ ചെയ്യുന്നുണ്ട്. സോ സോളാർ പ്ലസ് എന്താ പറയുക, ബസ് എന്ന് പറയുന്നൊരു ഇൻഡസ്ട്രിയിലോട്ട്, അതായത് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലോട്ടൊക്കെ പതുക്കെ പ്രോസ്റ്റോം ഇൻഫോ സിസ്റ്റംസ് കടക്കുകയാണ്. സോ അവരെ നമുക്ക് ഇവിടെ ബിസിനസ് സെഗ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ UPS സിസ്റ്റംസ്, ഇൻവേർട്ടേഴ്സ്, ലിഫ്റ്റ് ഇൻവേർട്ടേഴ്സ്, ലിഥിയം അയൺ ബാറ്ററി പാക്സ്, വോൾട്ടേജ് സ്റ്റെബിലൈസേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്, ഇതൊക്കെയാണ് അവിടെ മാനുഫാക്ചറിങ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെയെന്ന് പറയുന്നത് തേർഡ് പാർട്ടി പ്രൊഡക്ട്സ് ആൻഡ് റിവേഴ്സ് ലോജിസ്റ്റിക്സ് അവർ ചെയ്യുന്നുണ്ട്. അപ്പം കമ്പനി ട്രേഡ്സ് ഇൻ തേർഡ് പാർട്ടി ബാറ്ററീസ് ആൻഡ് പവർ കമ്പോണൻസ്. ഓക്കെ, അങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ തേർഡ് പാർട്ടി സർവീസുകൾ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ വാല്യൂ ആഡഡ് സർവീസസ് ചെയ്യുന്നുണ്ട്. അതെന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? എന്താണ്? ഇൻസ്റ്റാളേഷനും മെയിൻ്റനൻസും ആൻഡ് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്സ് ആൻഡ് റെൻ്റൽ സർവീസസ്. അവർ വാല്യൂ ആഡഡ് സർവീസ്, അവർ കൊടുക്കുന്ന വാല്യൂ ആഡഡ് സർവീസസ് ഇതൊക്കെയാണ്. എന്താണ്? ഇൻസ്റ്റാളേഷൻ ചെയ്യും, അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യും, ആൻഡ് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്സ്, AMC എന്ന് പറയും, വർഷാവർഷമുള്ള മെയിൻ്റനൻസ് കോൺട്രാക്ട്സുകളും അവർ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ കമ്പനി അണ്ടർടേക്ക് സോളാർ, റൂഫ് ടോപ്പ് സോളാർ EPC കോൺട്രാക്ട്സ് അവർ എടുത്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശേഷം എന്ന് പറഞ്ഞാൽ അവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഉള്ളതെന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലാണ് 2 യൂണിറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത്. വാസൈ ആൻഡ് ഭിവാണ്ടി എന്ന് പറഞ്ഞ മേഖലകളാണ്. അവിടെ പ്രധാനപ്പെട്ട നിർമ്മിക്കുന്ന UPS സിസ്റ്റംസും ഇൻവേർട്ടേഴ്സും ലിഥിയം അയൺ ബാറ്ററീസ് ആണ്. ഓക്കെ, പിന്നെ അവർ ഈ ഒരു സ്ക്രീനിലുള്ള ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ടോട്ടൽ കപ്പാസിറ്റിയെ കുറിച്ചിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ, കമ്പനിക്ക് റോബസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട്. 22 ബ്രാഞ്ച്, 2 വെയർ ഹൗസ് ആൻഡ് 17 സ്റ്റേറ്റ്സിലും 1 യൂണിയൻ ടെറിട്ടറിയിലും അവർ അവരുടെ ബിസിനസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. 477 ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവർക്ക് നിലവിലുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇത് അവരുടെ റവന്യൂ ബിഫ്യൂറിക്കേഷനാണ്, ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നുള്ളത്. നോർത്ത് സൈഡിൽ നിന്നാണ് 36.41% റവന്യൂ വരുന്നത്, ആൻഡ് വെസ്റ്റിൽ നിന്ന് രണ്ടാമതും, സൗത്തിൽ 19.26% ആണ്. വെസ്റ്റിൽ നിന്നാണെങ്കിൽ അതിൽ കൂടുതലാണ്, 24.84% ആണുള്ളത്. ഓക്കെ, പിന്നെ അവരുടെ മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്ട്സിൽ നിന്ന് തന്നെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ വരുന്നത്. 55.93%. സെഗ്മെൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്ട്സിൽ നിന്നാണ് അവർക്ക് വരുന്നത്. പിന്നെ തേർഡ് പാർട്ടി പ്രൊഡക്ട്സിൽ നിന്ന് 30% വരുമാനം വരുന്നുണ്ട്. അതൊരു വലിയ ഫിഗർ തന്നെയാണ്. ഓക്കെ, പിന്നെ അവർ ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിലോട്ടൊക്കെ വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ, അതായത് നമ്മുടെ നെയ്ബറിംഗ് കൺട്രീസിലോട്ടും ശേഷം ആഫ്രിക്ക ആൻഡ് മിഡിൽ ഈസ്റ്റിലേക്കും പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പുതിയതായിട്ട് വരുന്ന കമ്പനികളുടെ എല്ലാം പ്രധാനപ്പെട്ട മാർക്കറ്റുകളിലൊന്ന് ആഫ്രിക്കയാണ്. നമ്മൾ ആഫ്രിക്ക എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനികൾ ഒരുപാട് എക്സ്പോഷർ കിട്ടിയിട്ടുള്ള സ്ഥലമാണ്. അപ്പം പ്രോസ്റ്റോം ഇൻഫോ സിസ്റ്റംസ് ആഫ്രിക്ക രാജ്യങ്ങളിലേക്ക് പോകാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ 700-ലധികം കസ്റ്റമേഴ്സ് അവർ 2024 അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പുതിയ കമ്പനിയാണ്, ബട്ട് അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാം. അതിന് മുന്നേ കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് ഞാനൊന്ന് പോയിട്ട് വരാം. നമുക്കൊന്ന് പോയാം. പലരും ഒരു കമ്പനി പഠിക്കുമ്പോഴത്തേക്കും കമ്പനിയുടെ വെബ്സൈറ്റിലോട്ടൊന്നും പോകാറില്ല. അപ്പോൾ ഞാൻ പ്രോസ്റ്റാമിൻ്റെ വെബ്സൈറ്റിലോട്ട് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകാം നിങ്ങളെന്ന്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാമല്ലോ. കമ്പനി എന്ന് പഠിക്കുമ്പോഴത്തേക്കും കമ്പനിയുടെ വെബ്സൈറ്റും കൂടെ പഠിക്കുന്നതായിരിക്കും വളരെ ബെറ്റർ. അപ്പോൾ കമ്പനി ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചു നോക്കിയാൽ കമ്പനിയുടെ പ്രധാനപ്പെട്ട ബിസിനസ്സുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം അവർക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. കണ്ടോ, കമ്പനി ഓവർവ്യൂ ഒന്ന് വായിക്കാൻ മനസ്സ് കാണിച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ സ്ക്രീനറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ബട്ട് അതിൽ നിന്ന് കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഏതൊക്കെ മേഖലകളിലാണ് അവർ പ്രവർത്തിക്കുന്നത്: ഹെൽത്ത് കെയർ, ഏവിയേഷൻ, റിസർച്ച്, റെയിൽവേ, ഡിഫൻസ്, സെക്യൂരിറ്റി, എഡ്യൂക്കേഷൻ, റിന്യൂവൽ എനർജി, IT, ഓയിൽ ആൻഡ് ഗ്യാസ്. അപ്പോൾ ഇതെല്ലാം അവർ ഈ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ എല്ലാ മേഖലകളിലും പ്രോസ്റ്റാമിൻ്റെ സേവനം ആവശ്യമുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇവർ ഇപ്പോൾ നിലവിൽ എംപാനൽഡ് വെൻഡറാണ്. എന്തിൻ്റെയാണ്? എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എംപാനൽഡ് വെൻഡറാണ്. അങ്ങനെയാണ് അവർ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ബീഹാറിലെ, അവരുടെ ഒരു വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ന്യൂഡൽഹിയിലെ വെസ്റ്റ് ബംഗാൾ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക്, വെസ്റ്റ് ബംഗാൾ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ഇതിൻ്റെയൊക്കെ അവർ എംപാനൽഡ് വെൻഡർ ആണെന്നുള്ള കാര്യം അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടുണ്ട് കമ്പനിയെക്കുറിച്ച് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ അതിൽ തന്നെ ഉണ്ട്, ഹോം പേജിൽ തന്നെ പോയാൽ തന്നെ അവർ സ്റ്റോറി എന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു മാപ്പ് പോലെ അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ കമ്പനി ഇത്രയും കാലം നടത്തിക്കൊണ്ട് വന്ന വഴി, അവർ കടന്നു വന്ന വഴികളെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, 2008 അവർ പ്രോസ്റ്റാർ മൈക്രോനോവ പവർ സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തത്. അതിനുശേഷം അവർ വലിയൊരു ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിൻ്റെയാണെന്ന് അറിയാമോ? ATMs, ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ATMs പാൻ ഇന്ത്യ റേസിൽ അവർ വലിയ രീതിയിലുള്ള ഇൻസ്റ്റാളേഷൻ, UPS ഇൻസ്റ്റാളേഷൻ 2010 വലിയൊരു ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആനുവൽ മെയിൻ്റനൻസ് സർവീസസിലേക്ക് 2011 കടക്കുകയും ATMസിൻ്റെ UPS അല്ലെങ്കിൽ അതിൻ്റെ ബാറ്ററീസിൻ്റെയൊക്കെ ആനുവൽ മെയിൻ്റനൻസ് അവർ 2011 അവിടെ ഏറ്റെടുത്ത് ചെയ്തു തുടങ്ങി. പിന്നെ അവർ ചെയ്ത ഓരോ വർക്കുകളിലാണ്. കണ്ടില്ലേ, ഗുവാഹട്ടിയിൽ 2017 ലാർജസ്റ്റ് PSU ബാങ്ക് ഗുവാഹട്ടി ബ്രാഞ്ചുകളിലൊക്കെ UPS സർവീസ് നടത്തി, UPS ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ വർക്കുകളെ കുറിച്ചെല്ലാം അവർ ഇങ്ങനെ റോഡ് മാപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ. പിന്നെ 2022 ഒരു പ്രധാനപ്പെട്ട ഇവൻ്റ് നടന്നിട്ടുണ്ട്. അവർ ലിഥിയം അയൺ ബാറ്ററി മാനുഫാക്ചറിങ് പ്ലാന്റ് 2022 തുടങ്ങിയിട്ടുണ്ട്. സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടർ സിസ്റ്റംസ് അതിൻ്റെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കാറ്റഗറിയുടെ കൂട്ടത്തിൽ സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടർ സിസ്റ്റംസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ലാർസൻ ആൻഡ് ടർബോ L&Tയുടെ ഭാഗമായിട്ട് കിട്ടിയ ഓർഡർ 2022 ഇവർക്കുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2024 ആയപ്പോഴത്തേക്ക് ഈ തുടങ്ങിയ ലിഥിയം അയൺ ബാറ്ററി പാക്സിൻ്റെ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയുടെ കപ്പാസിറ്റി അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു നവി മുംബൈയിൽ. ആ കാര്യം 2024 റോഡ് മാപ്പിൻ്റെ കൂട്ടത്തിൽ അവർ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ. പിന്നെ നമുക്ക് ഇവരുടെ കമ്പനിയിൽ പോയാൽ തന്നെ ഇവരുടെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് എന്തൊക്കെയാണെന്ന് അറിയാം. സിമ്പിളി നോക്കിയാൽ അറിയാം. നമ്മൾ അവിടെ കിട്ടുന്ന വായിച്ച കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. UPS സിസ്റ്റം, ലിഫ്റ്റ് ഇൻവേർട്ടർ, ഹൈബ്രിഡ് സോളാർ ഇൻവേർട്ടർ, ലിഥിയം അയൺ ബാറ്ററി പാക്ക്, സെർവോ കൺട്രോൾഡ് വോൾട്ടേജ് സ്റ്റെബിലൈസേഴ്സ്, ഐസൊലേഷൻ ട്രാൻസ്ഫോമേഴ്സ്, ഇത്രയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവർ അതർ പവർ സൊല്യൂഷൻ പ്രൊഡക്ട്സ്, ഇതെല്ലാം നമുക്ക് ഇവരുടെ പ്രൊഡക്ട്സ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയാൽ എല്ലാം ഉണ്ട്. UPS സിസ്റ്റം ഉണ്ട്, കണ്ടോ, ലിഫ്റ്റ് ഇൻവേർട്ടർ, UPS സിസ്റ്റം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് നമ്മുടെ വിരൽ തുമ്പിൽ ഇവർ ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് മൊത്തവും കിട്ടും. കണ്ടില്ലേ, ഇതൊക്കെയാണ് ഐറ്റംസ്. അപ്പോൾ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അല്ലാത്തവർക്കൊക്കെ ജസ്റ്റ് ഒരു കൺഫ്യൂഷനൊക്കെ ആണ്. ലിഫ്റ്റ് ഇൻവേർട്ടർ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എന്താണ് ലിഫ്റ്റ് ഇൻവേർട്ടർ സിസ്റ്റം, അവർ ചെയ്യുന്ന ലിഫ്റ്റ് ഇൻവേർട്ടർ സിസ്റ്റം എന്താണ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വെബ്സൈറ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ വെബ്സൈറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ അവർക്ക് സർട്ടിഫിക്കേഷൻ എന്തിലൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സർട്ടിഫിക്കേഷൻ കണ്ടില്ലേ, അവർക്ക് ഇന്ത്യയിലെ ഏതൊക്കെ ബോർഡുകൾ സർട്ടിഫൈ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ISO 9001 2015, ISO 14001 2015, അങ്ങനെ പല സർട്ടിഫിക്കേഷൻസ് അവരുടെ കമ്പനിക്ക് നിലവിലുണ്ട്. ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബേസിക്കലി കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് എല്ലാ ഡീറ്റെയിലും കിട്ടും. ശേഷം നമുക്ക് ഒന്നും കൂടെ സ്ക്രീനറിൽ പോകണം. കാര്യം അവരുടെ സെയിൽസ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാനുണ്ട് അല്ലേ. ഓക്കെ, ക്വാർട്ടർലി റിസൾട്ട് വന്നപ്പോഴത്തേക്കും ജൂൺ 2025 ഏകദേശം സെയിൽസ് കുറവാണ്, 50.98 crores, എക്സ്പെൻസ് 47.56 crores, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വന്നത് 3.42 crores, അല്പം കുറവാണ്. ക്വാർട്ടർലി റിസൾട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം എല്ലാം കുറവാണ്. ബട്ട് അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓവറോൾ നോക്കുമ്പോഴത്തേക്കും മാർച്ച് 2024 256 കോടിയായിരുന്നെങ്കിൽ മാർച്ച് 2025 ആയപ്പോഴത്തേക്ക് 346 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ 298 കോടിയാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 36 കോടിയിൽ നിന്ന് 48 കോടിയിലേക്ക് ഈ മാർച്ച് 2025 ആയപ്പോഴത്തേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ശേഷം നമുക്ക് വേറെ എന്താ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കാം.
32 കോടിയിൽ നിന്ന് 41 കോടിയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 24 കോടിയിൽ നിന്ന് 31 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ആൻഡ് ഡിവിഡൻഡ് പേ ഔട്ട് ഇല്ല, ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കമ്പനി അല്ല ഇത്. ഓക്കെ, അപ്പോൾ അത് ഒരു നെഗറ്റീവാണ് എന്നെ സംബന്ധിച്ച്. ഡിവിഡൻഡും കൂടെ കൊടുത്താൽ നന്നായിരുന്നു എന്ന് പറയാം. പിന്നെ പ്രോസ് ആൻഡ് കോൺസ് നമ്മുടെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. ദ കമ്പനി ഹാസ് ഡെലിവേർഡ് ഗുഡ് പ്രോഫിറ്റ് ഗ്രോത്ത് ഓഫ് 36.7 CAGR ഓവർ ലാസ്റ്റ് 5 years. ഓക്കെ, പ്രോഫിറ്റ് ഗ്രോത്ത് അവർ ഓരോ വർഷം കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീനറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാലൻസ് ഷീറ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇക്വിറ്റി ക്യാപിറ്റൽ 43 കോടിയായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. റിസർവ് കൂട്ടിയിട്ടുണ്ട്. അവർ 43 കോടിയായിരുന്നു 2024, അത് 74 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, ബോറോയിങ്സും കൂടിയിട്ടുണ്ട് 67 കോടിയായിട്ട്. ഓക്കെ, മാനേജബിൾ ആണ്. ആൻഡ് ക്യാഷ് ഫ്ലോ നോക്കുകയാണെങ്കിൽ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നെഗറ്റീവാണ്, -8 നിന്ന് -6 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി നെഗറ്റീവാണ്. ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി 19 crores പോസിറ്റീവാണ്. ഓക്കെ, പിന്നെ ഡെപ്റ്റർ ഡേയ്സ് അവർ കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് 2024 128 ദിവസമായിരുന്നെങ്കിൽ അത് 113 ദിവസമായിട്ടുണ്ട്. ഇൻവെന്ററി ഡേയ്സ് 115 നിന്നും 76 കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് എത്രയാണെന്ന് നോക്കിയാൽ 72.82% ആണ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ളത്. FIAസും ഹോൾഡിംഗ് ഉണ്ട് 4.15%. അത് സാമാന്യം നല്ലൊരു ഹോൾഡിംഗ് ആണ് കേട്ടോ. 4.15% FIA ഹോൾഡിങ്ങും DISന്റെ ഹോൾഡിംഗ് ആണെങ്കിൽ 2.15% ഉണ്ട്. പബ്ലിക് ഹോൾഡ് ചെയ്യുന്നത് നമ്മളെപ്പോലെ റീറ്റെയിലേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് 20.88% ആണ്. അതും നല്ലൊരു ഫിഗറാണ്. പബ്ലിക് അത്യാവശ്യം നല്ല രീതിയിൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് പ്രോസ്റ്റാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും അവരുടെ സ്ക്രീനറിൽ ഉള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ ചാർട്ടിലും കൂടെ പോവാം അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ ചാർട്ടിൽ പോവാം. ചാർട്ടിൽ പോകാനാണെങ്കിൽ പ്രോസ്റ്റാം എന്ന് അടിച്ചു നോക്കിയാൽ അറിയാം. സോ പ്രോസ്റ്റാം ഇൻഫോ സിസ്റ്റംസ് ലിമിറ്റഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇവിടെ ടോട്ടൽ ചാർട്ട് ഇവിടെ കിട്ടും. അപ്പോൾ ഞാൻ EMA ഇട്ടിട്ടുണ്ട്. 920 EMA ഞാൻ ട്രെൻഡ് നോക്കാനായിട്ട് ഇടുന്നതാണ്. നിങ്ങൾക്കറിയാം ഞാൻ 920 EMA ജസ്റ്റ് ട്രെൻഡ് മനസ്സിലാക്കാനായിട്ട് ഇടാറുണ്ട്. സോ IPO ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്ക് നല്ല രീതിയിലൊരു അപ്സൈഡ് തന്നിട്ടുണ്ട്. എവിടെയാണ് ഹൈ തന്നിക്കുന്നത്? ഹൈ തന്നിക്കുന്നത് 253 എന്ന റേഞ്ചിലാണ്. 253 എന്ന റേഞ്ചിൽ നിന്നും തിരിച്ച് വന്ന് ഒരു ഡൗൺ സൈഡ് വന്നപ്പോൾ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്ന റേഞ്ച് 186 എന്നൊരു സോണിൽ വന്ന് സപ്പോർട്ട് എടുക്കുകയാണ്. ഒരു തവണ സപ്പോർട്ട് എടുത്തു, രണ്ടാമത് തവണ സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. സോ പ്രോസ്റ്റാമിൻ്റെ ചാർട്ട് സൂചിപ്പിക്കുന്നത് ഒരു IPO ബേസിൽ നിന്നും അപ്സൈഡ് പോയ ശേഷം ഒരു കറക്ഷൻ തന്ന് ആ കറക്ഷനിൽ നിന്ന് റിക്കവർ ആവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഒരു ഫ്യൂച്ചർലി എന്താണ് ഈ ഒരു കമ്പനിയുടെ ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നല്ലൊരു കമ്പനിയാണ് പ്രോസ്റ്റാം എന്ന് പറയുന്നത്. ഇതേപോലെയൊക്കെ ഉള്ളൊരു സർവീസും ആൻഡ് അവരുടെ മാനുഫാക്ചറിങ് എല്ലാം തുടരുവാണെങ്കിൽ നല്ല രീതിയിലുള്ള റിട്ടേൺസ് നമുക്ക് ഭാവിയിൽ കിട്ടിയെന്നിരിക്കാം. സോ ഇതിൻ്റെ ഒരു ബേസിക് സപ്പോർട്ട് റേഞ്ച് എന്ന് പറയുന്നത് 180 റേഞ്ച് തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ ഒരു സെല്ലിംഗ് സോൺ വരുന്നത് 253 റേഞ്ചാണ്. സോ ചാർട്ടിൽ നമുക്ക് കൂടുതൽ അനലൈസ് ചെയ്യാനുള്ള കാര്യങ്ങളില്ല, ഇടയ്ക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനി ആയതുകൊണ്ട് തന്നെ. ആൻഡ് മേജറിലുള്ള ഒരു സപ്പോർട്ട് സോൺ 190 എന്നുള്ള 180 to 190 റേഞ്ചാണ്. ആൻഡ് ഫസ്റ്റ് ഒരു സെല്ലിംഗ് സോൺ വരാൻ പോകുന്നത് 255 റേഞ്ചാണ്. ഇത്രയും ഡീറ്റെയിൽ നമുക്ക് ഇപ്പോൾ തൽക്കാലം പറയുന്നുള്ളൂ. ബാക്കി ഇതിൻ്റെ ഒരു ടാർഗറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ ചാർട്ടിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രഡിക്ഷൻ, ഒരു പ്രൈസിൻ്റെ പ്രഡിക്ഷൻ ഞാൻ എന്തായാലും നടത്തുന്നില്ല. നമുക്ക് നോക്കാം അടുത്ത കൊല്ലം ഈ ഒരു കമ്പനി ഏത് രീതിയിൽ പെർഫോം ചെയ്യുമെന്ന്. എന്തായാലും ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ മേ ബി ഒരു 300 റേഞ്ചിലോട്ടൊക്കെ പോകാൻ കഴിയുമെന്നൊക്കെ ഞാൻ വിശ്വസിക്കുകയാണ്. പ്രഡിക്ഷനായിട്ടൊന്നുമല്ല, ജസ്റ്റ് നമുക്ക് നോക്കാം ഈ കമ്പനി ഒരു 1.5 കൊല്ലത്തിൽ എന്തായിരിക്കും ഈ കമ്പനിയുടെ പെർഫോമൻസ് എന്ന്. അതിന് ഒരു കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, ഈ 180 എന്നുള്ള റേഞ്ച് ഹോൾഡ് ചെയ്യണമെന്നുള്ളത്. സോ ഈ ഒരു 180 ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഞാനൊരു അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ കമ്പനി എന്ന് പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോസ്റ്റാം എന്നുള്ളത്. സോ നിങ്ങളുടെ സ്റ്റഡി പർപ്പസിൻ്റെ ഭാഗമായിട്ട് പ്രോസ്റ്റാം ഇൻഫോ സിസ്റ്റംസ് ഉൾപ്പെടുത്തുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എനിക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തരിക. ഓക്കെ, അപ്പോൾ താങ്ക് യു.